ചേലച്ചുവട് വണ്ണപ്പുറം റോഡ് നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടെന്ന് എംഎൽഎ റോയ് കെ പൌലോസ്. ഭാവിയിൽ ഗുരുതര അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ശേഷിക്കുന്ന പ്രവൃത്തികൾ ഗുണനിലവാരത്തോടെ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എംഎൽഎ പറഞ്ഞു. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേലച്ചുവട് വണ്ണപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ച നിലവാരത്തിൽ നടക്കുന്നില്ലെന്ന് റോയ് കെ പൌലോസ് എംഎൽഎ പറഞ്ഞു. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, റോഡിന്റെ നിർമ്മാണം വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 102 കോടി രൂപ എസ്റ്റിമേറ്റ് എടുത്ത് നിലവിലുള്ള റോഡിന്റെ വളവുകളും അതുപോലെ തന്നെ അപകടകരമായിട്ടുള്ള കയറ്റിറക്കങ്ങളും ഒക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ ഗ്രേഡിംഗ് ഒക്കെ നടത്തി ലെവൽസ് എടുത്ത് ചെയ്യുന്നതിനാണ് ആദ്യം എസ്റ്റിമേറ്റ് എടുത്തത്. പക്ഷെ ആ എസ്റ്റിമേറ്റ് എടുത്തെങ്കിൽ പോലും നിലവിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള പണി എന്ന് പറയുന്നത് ഫണ്ടിന്റെ അപര്യാപ്തത എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഒരിടത്തും ഗ്രേഡിംഗ് ഒരിടത്തും മാറ്റം വരുത്തുന്നില്ല. നിലവിൽ എവിടെയെങ്കിലും കയറ്റിറക്കങ്ങൾ നിൽക്കുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. 102 കോടി രൂപയുടെ പദ്ധതിയിൽ കയറ്റിറക്കങ്ങളും അപകടകരമായ വളവുകളും പരമാവധി കുറച്ച് റോഡിന്റെ ഗ്രേഡിംഗ് നടത്തി നവീകരിക്കുവാനായിരുന്നു ആദ്യ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നത്. എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടി നിലവിലുള്ള റോഡിന് മുകളിൽ ടാറിംഗ് നടത്തുന്നതിലേക്കാണ് പദ്ധതി ചുരുങ്ങിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതോടെ റോഡ് പൂർത്തിയായാൽ വാഹനങ്ങൾ ഉയർന്ന വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അപകട സാധ്യത വർദ്ധിക്കാനിടയുണ്ടെന്നും ശേഷിക്കുന്ന പ്രവൃത്തികളെങ്കിലും പരമാവധി ഗുണനിലവാരത്തോടെ പൂർത്തിയാക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എംഎൽഎ വ്യക്തമാക്കി. അതേസമയം മഴക്കാലത്ത് കഞ്ഞിക്കുഴി ടൗണിൽ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുകയും ഒഴുകുകയും ചെയ്യുന്നത് വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ, DCC സെക്രട്ടറി ആഗസ്തി അഴകത്ത്, പൊതുപ്രവർത്തകർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവരും എംഎൽഎയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കഞ്ഞിക്കുഴി.